ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ബ്രെഡ് ഷവർമ ബോൾസ് ആണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നോമ്പുതുറ വിഭവമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ളത് ബോൺലെസ് ചിക്കൻ ഒരു 200 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. വേവിച്ച ശേഷം അത് കൈകൊണ്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള സവാള ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ക്യാപ്സിക്കവും എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണ് എരിവനുസരിച്ച് ചേർക്കുക. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഷവർമ ബോൾസിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത മയണൈസാണ് ഉപയോഗിക്കുന്നത്. മയണൈസിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഫില്ലിംഗ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബ്രെഡ് ഔട്ടർ കവറിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഓരോ ബ്രെഡ് കഷ്ണങ്ങളും എടുത്ത് അതിൻ്റെ സൈഡെല്ലാം ബ്രൗൺ കളറിലുള്ള സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ നല്ലൊരു സ്ക്വയർ പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. കുറച്ച് സമയമൊന്നും എടുക്കരുത്, പെട്ടെന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം അതിൽ വെള്ളം പ്രസ് ചെയ്ത് അതിൽ വെള്ളം കളയുക. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ളം വാർന്നു പോയിക്കോളും. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഒരു ഷീറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് സീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കണം. നമ്മൾ കൈ കൊണ്ട് പതുക്കെ ഒന്ന് ചുരുട്ടി ഇതൊന്ന് സീൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വിടവുകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ വിടവ് ഇല്ലാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലൊരു ബോളിൻ്റെ രൂപത്തിൽ കിട്ടും. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ ഒരു 10 ബോൾസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ബോൾസും എടുത്തൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുത്തില്ലേ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ബ്രെഡ് ക്രംസ് കിട്ടും. അപ്പോൾ ഇതെല്ലാ ബോൾസും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ബോൾസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. ഒരു മീഡിയം ചൂടിലാവുമ്പോഴത്തേന് നമുക്ക് ബോൾസ് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3 ബോൾസ് ഒരുമിച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയ ഗോൾഡൻ നിറമാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. അധിക സമയമൊന്നും എടുക്കില്ല വേവാൻ. അകത്ത് നമ്മൾ റോ വെജിറ്റബിൾസ് ആണ് ഫില്ല് ചെയ്തേക്കുന്നത്. അത് വേവേണ്ട കാര്യമില്ല, നമ്മൾ റോ ആയിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ബ്രെഡ് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ നിറമാകുമ്പോൾ എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ ബോൾസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഔട്ടർ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ബോളാണ്. വളരെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഷവർമയുടെ ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.